സമാധാന സന്ദേശം പകർന്ന് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. DTS ഇല്ലാത്ത എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പനയ്ക്ക് ജനുവരി മുതൽ നിരോധനം. അപകടകരമായി ഡ്രൈവിംഗ്, പ്രവാസികളെ കസ്റ്റഡിയിലെടുത്ത് റോയൽ ഒമാൻ പോലീസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം പകർന്ന് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഒമാനിലെ വിവിധ ഇടവകകളിലും ചർച്ചുകളിലും പൊലിമയോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ്. റൂബിയിലെ ചർച്ച് കോംപ്ലക്സിലെ കാത്തലിക്, CSI, മാർത്തോമ, യാക്കോബായ, മാഗ്രിഗോറിയസ് ചർച്ചുകളിലും ഗാല, സുഹാർ, സലാല തുടങ്ങിയിടങ്ങളിലെ ചർച്ചുകളിലും ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി പ്രത്യേക ജനന ശുശ്രൂഷകൾ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികളിൽ സന്ധ്യാനമസ്കാരവും കുരുത്തോലകൾ ജ്വലിപ്പിക്കുന്ന ചടങ്ങായ തീജ്വാല ശുശ്രൂഷയും നടന്നു. വിശുദ്ധ കുർബാനയും പള്ളികളിൽ സ്നേഹവിരുന്നും നടന്നിരുന്നു. ക്രിസ്മസിന്റെ ഭാഗമായി വീട് സന്ദർശനം, സമ്മാനങ്ങൾ കൈമാറൽ തുടങ്ങിയ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും. സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിപണിയിലും ക്രിസ്മസ് സജീവമായിരുന്നു. ക്രിസ്മസിലെ പ്രധാന ഇനമായ കേക്കുകൾക്ക് വൻ ഡിമാൻഡാണ് ഈ വർഷവും അനുഭവപ്പെട്ടത്. ക്രിസ്മസ് ആഘോഷത്തിന് ഹോട്ടലുകളും സജീവമാണ്. ക്രിസ്മസ് അവധി ദിവസമായതിനാൽ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ വാരാന്ത്യ അവധി വരെയും നീളും. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് പതിപ്പിക്കാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും ജനുവരി 1 മുതൽ വിൽക്കുകയോ വിപണിയിൽ വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിക്കുമെന്ന് ടാക്സ് അതോറിറ്റി അറിയിച്ചു. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് സാധനങ്ങളും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം ജൂൺ മുതൽ തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നുവെന്ന് അതോറിറ്റി വ്യക്തമാക്കി. പുതിയ നടപടിയോടെ പ്രാദേശിക വിപണിയിലും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രചാരണവുമാണ് പൂർണ്ണമായും തടയുന്നത്. ദേശീയ എക്സൈസ് നികുതി സംവിധാനത്തിന്റെ ഭാഗമായ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഉൽപ്പന്നങ്ങളുടെ ആധികാരികത, ഗുണനിലവാരം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം നികുതി നിയമങ്ങൾ പാലിക്കുന്നതും അനധികൃത വ്യാപാരം തടയുന്നതും ലക്ഷ്യമിടുന്നതാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് മുമ്പ് അവയിൽ DTS ലേബൽ പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾ നിർബന്ധമായും പരിശോധിക്കണമെന്ന് ടാക്സ് അതോറിറ്റി ആവശ്യപ്പെട്ടു. ജനുവരി 1 മുൻപ് നിയമാനുസൃത വിതരണം ഉറപ്പാക്കാൻ വ്യാപാരികളും റീറ്റെയിലർമാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് ഭീഷണിയാകും വിധത്തിൽ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ രാജ്യക്കാരായ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോയിൽ അപകടകരമായ ഡ്രൈവിംഗും പൊതുമര്യാദ ലംഘിക്കുന്ന പെരുമാറ്റങ്ങളും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കത്തിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച എംബസിയിൽ നടക്കും. കോൺസുലാർ, പാസ്പോർട്ട്, വിസ, വിദ്യാഭ്യാസം, വാണിജ്യം, സാംസ്കാരികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് തുറന്ന വേദിയിൽ എംബസി അധികൃതരുമായി പങ്കുവയ്ക്കാം. വൈകിട്ട് 4-നാണ് പരിപാടി. താല്പര്യമുള്ളവർ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായും പങ്കെടുക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.